बरसन लागे सावन बुंदिया राजा തോരെ ബിൻ ലാഗേ നാ മോരാ ജിയാ ബർസന ലാഗേ. അതെന്റെ മനസ്സിൽ ഏറ്റവും വലിയ ഇമോഷൻ ഉണ്ടാവുന്നത് ദാസേട്ടന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ്. ഇനി ആരോ എന്ന് കേട്ടിട്ട് പെട്ടെന്ന് പ്രഭാണ്ടിയെ വിളിച്ചു. അങ്കിളാ ഫോൺ എടുത്ത്. ഹലോ ആരോ. ഞാനത് കേട്ട് ഞാൻ കുറച്ചു നേരം ഞാൻ മിണ്ടിയില്ല. ഞാൻ കരയുന്ന കേട്ടപ്പോ അങ്കിളർ എന്തിനാ കരയരുത് ഏതോ നിനയ്க்கிறேன் അത് ഏനോ മറയ്க்கிறேൻ. തമിഴ് രാജാ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്കൊരു വലിയൊരു ക്രെഡിറ്റ് ഉള്ളൊരു സാധനമായിരുന്നു. വെച്ചാല് നമ്മളൊരു തമിഴ് പടത്തിൽ ഇൻട്രൊഡ്യൂസിങ് മഞ്ചരി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ കൗതുകമായിരുന്നു ആദ്യം ഇതൊന്ന് കാണണം എന്നുള്ളത്. ഘല്ലു ഘല്ലനു താ ഗജ്ജെ ഘല്ലു സാജനു താ ഗജ്ജെ ഘല്ലു സാജനു താ. മഞ്ജരി അഭിനയിപ്പിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെ വിളിച്ചാൽ മതി, ഞാൻ കണക്ട് ചെയ്യാം. പാരാ പാരാ ഹുവാ അതില് ലെജൻസ് ഒക്കെ അല്ലേ വർക്ക് ചെയ്തേക്കണത്? അതെ, രമേശ് നാരായൺ സാറ്, മോഹൻ സിതാര സാറ്, മഞ്ജരി പാടിയിട്ടുണ്ട്. അതെ, സന്തോഷിച്ചു. എം ജെ ജയചന്ദ്രനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. അതിനു മുമ്പ് ബാലഭാസ്കർ പണ്ട് എനിക്ക് തോന്നുന്നു ആൽബം ഏതാണെന്ന് മറന്നുപോയി. എന്നിട്ട് ഒന്നിനുമല്ലാതെ ആ പാട്ടില്ലേ, എന്തിനോ തോന്നിയൊരു ഇഷ്ടം, അത് രണ്ടാമത് പാടിയത് ഞാൻ പാടി. കുറച്ച് അത് ജയചന്ദ്രൻ സാറിനോടൊപ്പം, പി ജയചന്ദ്രൻ സാറിനോടൊപ്പം. അതെ. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം, രാഗമായി അതു താളമായി, നീ എനിക്കാത്മാവിൻ ദാഹമായി, ശൂന്യമാമെൻ ഏകാന്തതയിൽ പൂവിട്ടൊരനുരാഗമായി, നീയൊരു സ്നേഹവികാരമായി, ഒന്നിനുമല്ലാതെ. ദാസങ്കിൾ പാടിയത് ദാസാറാണ്. ആദ്യം പാടിയത് ജയചന്ദ്രൻ സാറായിരുന്നു. ഈ എം ജെയിലേക്ക് വരുമ്പോൾ അവാർഡ് വിന്നിങ് സോങ് ഉൾപ്പെടെയുള്ള സോങ്ങുകൾ എം ജെക്ക് വേണ്ടി പറയാം. എം ജെയുടെ ഒരു ശൈലിയുണ്ട്. എം ജെയുടെ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ആയിരിക്കണം ഗായകർക്കെല്ലാം. ആ സ്റ്റൈലിലേക്ക് വന്നാലേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു കമ്മ്യൂണിക്കേഷൻ? അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പാടുന്നത് ഈ മുള്ളുള്ള മുരിക്കൻ എന്ന് പറഞ്ഞ പാട്ട്. അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ്. അപ്പം അത് അദ്ദേഹം വേറൊരാളെ അയച്ചു വീട്ടിൽ പാട്ട് പഠിപ്പിക്കാൻ. അപ്പം ഈ വീട്ടിൽ അദ്ദേഹം വന്ന് പാട്ട് പഠിപ്പിച്ച് അതിനുശേഷം പിന്നെ ചെന്നൈയിൽ വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ചെന്നൈയിൽ ഈ പാട്ട് ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേറെ ഇൻസ്ട്രുമെൻസും എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം അപ്പുറത്ത് ഇൻസ്ട്രുമെൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഈ പാട്ട് അന്ന് വീട്ടിൽ പഠിപ്പിക്കാൻ വന്നത് അദ്ദേഹമാണ് പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പാടി കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടൻ ചേട്ടൻ കേൾക്കാൻ വരുന്നത്. കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഗുഡ്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നോ രണ്ടോ കറക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ അതങ്ങോട്ട് വലുതായിട്ട് അനുഭവിച്ചില്ല, ആ ഒരു പ്രഷറൊന്നും അനുഭവിച്ചില്ല. പക്ഷേ ഈ നോവൽ എന്ന് പറഞ്ഞ പടത്തിൽ പാടാൻ പോയപ്പോഴാണ് കുട്ടൻചേട്ടൻ കുറച്ചുകൂടി ഒന്ന് സ്ട്രിക്റ്റ് ആയിരുന്നു അതിൽ. അപ്പം അദ്ദേഹത്തിന് സാറ്റിസ്ഫൈ ആയി വരുന്നത് വരെ പാടിക്കും. പക്ഷെ രസകരമാണ് റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ചാലഞ്ച് കിട്ടുമ്പോഴാണ് അതിന്റെ ഒരു സുഖം. പിന്നീട് ഞാൻ ലാസ്റ്റ് അദ്ദേഹത്തിന് വേണ്ടി പാടിയത് ഐഷ എന്ന് പറഞ്ഞ പടത്തില് വടക്ക് ദിക്കില്ല ബെടക്ക് ചക്കന്റെ പൊരക്കകത്ത് നീ കറീന മുഖത്ത് മുത്തണ്ണ കണക്ക് വെക്കണ്ണ കടക്കകത്ത് നീ പോയിന, ഇങ്ങനെ ഒരു മാപ്പിളപ്പാട്ട് സ്റ്റൈല്. അത് മഞ്ജു ചേച്ചിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. മഞ്ജു ചേച്ചീനെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത് പാടിയത്. പക്ഷെ അത് പിന്നെ ലിപ്പൊന്നുമില്ല, ലിപ്സിങ്ക് ഒന്നും ഇല്ലായിരുന്നു ആ പാട്ടിൽ. അപ്പൊ അതാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ലാസ്റ്റ് പാടുന്നത്. ചില സമയത്തൊക്കെ അങ്ങനെ സങ്കല്പിക്കാറുണ്ടല്ലേ മഞ്ജരി പാടുമ്പോൾ? ഓഫ് കോഴ്സ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. എനിക്കൊരു ആക്ട്രസിന് വേണ്ടിയിട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരത് എങ്ങനെ പാടുമായിരിക്കും, എങ്ങനെ അഭിനയിക്കുമായിരിക്കും, അത് ഞാനൊന്ന് ശ്രദ്ധിക്കും. അപ്പം ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ലിപ്സിങ്ക് ചെയ്യുന്ന പാട്ടുകൾക്ക് കുറച്ച് കൂടുതൽ ഒരു വൈബായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അവരിങ്ങനെ അത് അവരുടെ ചുണ്ടനക്കാന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ ചില സാധനങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആറ്റിൻകരയോരത്തിൽ ആ സാധനങ്ങളൊക്കെ ഇടുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ഭംഗി വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്.
എല്ലാം അങ്ങനെ കാണണ്ട, പക്ഷെ എങ്കിലും അത്തരത്തിലുള്ള പാട്ടുകൾ അന്നൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നതിന്റെ കാരണവും കൂടെ അതായിരുന്നു. ചെറിയ ചെറിയ സംഗതികളൊക്കെ ഇടുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു. അത് ശരിക്കും അത് ആ സമയത്ത് സംഭവിച്ചതാണോ, അതെ അത് നേരത്തെ തന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ല, രാജാ സാറിൻ്റെത് പിന്നെ അദ്ദേഹം ഫുൾ പ്ലാൻഡ് ആയിരിക്കും. അതിൽ വേറെ പുതിയതായിട്ടൊന്നും ഇടുന്നതില്ല. ഒന്നും അദ്ദേഹം എല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷമേ നമ്മൾ പാടാൻ കയറുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട് ഫുൾ ഇത് ഇങ്ങനെയാണെന്നുള്ള സാധനം വന്നിട്ട് നമ്മളങ്ങ് പഠിച്ചിട്ടാണ് അത് പോകുന്നത് പാടാൻ. അപ്പൊ പഠിക്കാൻ 1 മണിക്കൂർ കിട്ടും, അത് കഴിഞ്ഞ ഉടനെ ടേക്കാണ്. അപ്പം ചില ഇപ്പം നമ്മുടെ ചിന്നിലൊക്കെ ആ സമയത്ത് കുറെ ഇംപ്രവൈസേഷൻ ചെയ്ത് ഈ സാധനം, പിന്നെ മിന്നിത്തിളങ്ങുന്ന വാരുളി കണ്ണ എനക്ക്, അങ്ങനത്തെ സ്ലാങ് ഒക്കെ നമ്മൾ ലാസ്റ്റില് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചെയ്തത്. യങ്സ്റ്റേഴ്സിന്റെ ദീപക് കുറച്ചുകൂടെ നമുക്ക് അങ്ങനെയുണ്ടോ ഈ ഫ്ലെക്സിബിലിറ്റി? കുറച്ചുകൂടെ ചെറുപ്പമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മറ്റേത് ലെജൻസിന്റെ മുമ്പ് പോയി നിൽക്കുമ്പോൾ നമുക്കും ചില കാര്യങ്ങൾ പറയാൻ പറ്റാതെ പോകും. അങ്ങനെയില്ല. കാരണം ഔസേപ്പ് ബച്ചൻ സാറൊക്കെ ആ ജനറേഷൻ വേറെയാണ്. പക്ഷെ എന്നാലും അദ്ദേഹം നമുക്കൊരു ഇംപ്രൂവൈസ് ചെയ്യാൻ ഒരു സ്കോപ്പ് തരും. ഇനി മഞ്ജരി പാടിക്കോളൂ, ഞാൻ എപ്പോഴും ഔസേപ്പ് ബച്ചൻ സാർ ഇത് പറയും. സാർ ഈ ചെറിയ ഈ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടൊക്കെയാണ്, എന്നാൽ നമുക്ക് കുറച്ചുകൂടി ഒരു സ്ട്രിക്റ്റ് ഫീലിംഗ്. രാജാമണി സാറിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് പേടിയാണ്. എന്ന് വെച്ചാൽ സാർ എന്താണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട്, ഒന്നാമത് ഭയങ്കര സ്ട്രിക്റ്റ് ഫേസ് ഒക്കെയാണ്. അപ്പം നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് അതിനൊരു ടെൻഷനാണ്. ഇത് സാർ നമ്മളെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ചിൽ, ആ ട്രെൻഡിനനുസരിച്ച് എന്നൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന്, പിന്നെ പാടുമ്പോഴത്തേക്ക് ലാസ്റ്റ് പല്ലവി ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫ്രീഡം അങ്ങ് തരും. ഈ മഞ്ജരി പാടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കത് പാടാനുള്ളൊരു വല്ലാത്തൊരു സുഖമാണ്. നമ്മൾ ഇങ്ങനെ ഒന്നും അറിയാണ്ട് നമ്മൾ ആ പാട്ട് ഇൻവോൾവ് ആയിട്ട് പാടുന്നു. അപ്പോൾ അദ്ദേഹം വളരെ കെയർഫുൾ ആയിട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും നല്ലത് പാടിയിട്ടുണ്ടെങ്കിൽ അതെടുക്കും. അപ്പം അങ്ങനെ അതൊരു നല്ലൊരു കാര്യമാണ് ആക്ച്വലി. ഒരു സിംഗർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, ഒരു ഹാപ്പിനെസ്. ബച്ചൻ സാറിന്റെ കൂടെ ഊടുരാജമുഖി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു സംഗതിയാണ്. അത് എനിക്ക് തോന്നുന്നു അത് ഇതുവരെയ്ക്കും നമ്മൾ അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. സാർ കുറേ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്താണ് അത് ചെയ്തതെന്ന് തോന്നുന്നു. അത് വല്ലത് ഓർമ്മയുണ്ടോ? ആ ഒരു പുതിയ വേർഷനായിരുന്നു അതിന്റെ. പുതിയ വേർഷൻ ഉടുരാജമുഖി മൃഗരാജ കടി ഗജരാജ വിരാജിത മന്ദഗതി. അത് അധികം ഞാൻ പാടാറില്ല, പക്ഷെ എന്നോട് ഇപ്പൊ ഈ അടുത്തായിട്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട്, അത് ചേച്ചി അത് പാടിക്കൂടെ സ്റ്റേജിൽ എന്നൊക്കെ. പറ്റുന്ന അതെ. അതൊക്കെ വളരെ ഷോർട്ട് പീരീഡിൽ റെക്കോർഡ് ചെയ്ത്, അങ്ങനെ ഒരുപാട് സമയം എടുത്തൊന്നും ചെയ്തതൊന്നുമല്ല. അപ്പൊ അത് പട്ടേന്ന് പോവും അത്. അതുപോലെ ചങ്ങാതി പൂച്ച, ഇതൊക്കെ ഔസേപ്പ് ബച്ചൻ സാറിന് വേണ്ടിയിട്ട് ചെയ്ത പ്രോജക്ട്സ് ആണ്. എല്ലാം നല്ല നല്ല പാട്ടുകളാണ് എനിക്ക് കിട്ടിയതൊക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ജനറേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ അന്നത്തേന്നും ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എവിടെ പാടാൻ പോകുമ്പോഴും എനിക്ക് ടെൻഷനാണ്. അതിപ്പോൾ ആരായാലും എനിക്ക് ടെൻഷൻ. വെച്ചാൽ ആ പാട്ടിനോട് മാക്സിമം ഒരു പെർഫെക്ഷൻ കാണിക്കാൻ പറ്റണേ എന്നുള്ളൊരു ഉള്ളിൽ ഇങ്ങനെ, അതാണ് എൻ്റെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും തലയിൽ. വേറെ ഒന്നുമില്ല, അത് സീനിയറോ ജൂനിയറോ അങ്ങനെയൊന്നുമില്ല, പ്രായം നത്തെ. പക്ഷേ ചിന്നി ചെയ്തത് ഇതേപോലെ തന്നെ നമ്മൾ പറയാവുന്ന നല്ലൊരു പ്രൊജക്റ്റാണ്. എൻ്റെ സംവിധായകൻ, സിനിമാറ്റോഗ്രാഫി, ദീപക് ദേവിനെ പോലെ സൗണ്ടിങ്ങിൽ അത്രയും ശ്രദ്ധിക്കുന്ന ഒരാള്, എല്ലാം കൂടെ ചേർത്തിട്ട് മഞ്ജരിയുടെ വോയിസ് തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ? അത് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയില്ലേ? എനിക്കതെപ്പോഴും എൻ്റെ ഫസ്റ്റ് ഒരു തിങ്കിങ് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ്, എപ്പോഴാണ് പടം ഇറങ്ങുന്നത്, എപ്പോഴാണ് ഇറങ്ങുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് കാത്തിരിക്കുന്ന ഒരു സംഭവമില്ലേ. അപ്പം അത് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവങ്ങളിലൊന്നാണ്. ഈ വെള്ളിത്തിരയിൽ ആ ശബ്ദം ഒരു സുന്ദരിയായ നടിയിലൂടെ പുറത്തു വരുമ്പോൾ അതെനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇവരിങ്ങനെ അഭിനയിക്കുമ്പം ഈ ലിപ്പ് സിങ്ക് ചെയ്യില്ലേ, ലിപ്പ് സിങ്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ വോയിസ് അവർക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ നീല നോക്കി അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു. ഇനി ഈ സുന്ദരി തന്നെ സ്വന്തം വോയിസ് ലിപ്പ് സിങ്ക് ചെയ്തുകൂടെ? ഇപ്പൊ അതെനിക്ക് തോന്നണില്ല, അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഞാൻ കടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് മ്യൂസിക് ഇപ്പൊ നല്ലൊരു സംവിധായകൻ, പുതിയ കാലഘട്ടത്തിൽ ഒരു സംവിധായകൻ വന്നിട്ട് മഞ്ജരിയോട് പറയുന്നു, മഞ്ജരി ഇത്തരം ചില ഫീച്ചേഴ്സ് ഒക്കെ എനിക്ക് വേണം, അതുകൊണ്ട് അതെടുത്ത് തരാനോ? അത് തരാൻ പറ്റില്ല, അത് എന്റെ സ്വന്തം. ഈ ഫീച്ചേഴ്സ് എനിക്ക് തരൂ. എനിക്കിത് പറയുമ്പോഴാ ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു കോമഡി ഉണ്ട് ഒരു പടത്തില്. അപ്പം
ആദ്യത്തെ കൺമണി അത് കണ്ടു കാണും, എല്ലാവർക്കും അറിയാം. ആദ്യത്തെ കൺമണിയിൽ ഇവർക്ക് ജയറാമേട്ടനെ സ്പൈ ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ രാത്രിയിൽ ഇന്ദ്രൻ ചേട്ടൻ അവർ മതിലിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എടാ ഇത് കഴിക്കടാന്ന് പറയും. അപ്പം ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടാ നീ ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം. എന്താ മുതലാളി, ഞാൻ എന്തും ചെയ്ത് തരാം, ഞങ്ങൾക്ക് നിൻ്റെ ഒരു കണ്ണ് വേണം. എനിക്ക് ഞാൻ എൻ്റെ കണ്ണ് തരില്ല ഈ ലഡുവും ജിലേബിയും തന്നപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾ എൻ്റെ ഒരു കണ്ണെങ്കിലും ചോദിക്കും. അതുപോലെ ഫീച്ചേഴ്സ് ഒന്നും ടെസ്റ്റ് ചെയ്യണ്ട, ചോദ്യം ഇതാണ്. അങ്ങനെ വന്ന് പറയുകയാണെങ്കിൽ നോ പറയില്ലല്ലോ, യെസ് പറയില്ല. അങ്ങനെ ഒരു പ്രോജക്റ്റ്, അങ്ങനെ ഒരു സംഭവം ആണെങ്കിൽ ആലോചിക്കാം. നമ്മളെ ഇംപ്രസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആലോചിക്കാം. അല്ല, എനിക്ക് ഇംപ്രസിനെക്കാളും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണോ എന്നുള്ളത് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ മഞ്ജരിയെ അഭിനയിപ്പിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെ വിളിച്ചാൽ മതി, ഞാൻ കണക്ട് ചെയ്യാം. ഞാൻ 3-4 പ്രോജക്ട്സിൽ ഇങ്ങനെ അഭിനയിച്ചു എന്ന് വെച്ചാൽ സിനിമയിൽ തന്നെ ആദ്യമായിട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞ സിനിമയിലാണ് വിളിച്ചത്. അപ്പോൾ അത് ഞാൻ നിരസിച്ച ഒരു സംഭവമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നാ പിന്നെ നിങ്ങൾ പാട്ട് കട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമം. അതെന്നെ വെറുതെ ചുമ്മാ കളിയാക്കാൻ പറഞ്ഞതാ. പിന്നെ എല്ലാവരും ചിലപ്പോൾ വേണുചേട്ടനും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും നിന്ന് പാടുന്നതായിട്ട്. അതുപോലെ നിങ്ങൾ വേറെ അഭിനയിക്കേണ്ട, അവിടെ നിന്നപ്പോൾ പോയപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഫുൾ പാട്ട് പാടുക, അത്രയേ ഉള്ളൂ. അതുപോലെ പിന്നീട് വന്നതായിരുന്നു വർത്തമാനം എന്ന് പറഞ്ഞിട്ട് പാർവതി തിരുവോത്ത് അഭിനയിച്ച സിദ്ധാർത്ഥ് ശിവയുടെ പടം. അതിലും ഇതേപോലൊരു മ്യൂസിഷ്യനായിട്ട് ഇരുന്ന് ഗസലൊക്കെ പാടുന്നു. അപ്പം അതിൽ സിദ്ദിഖ എല്ലാവരും ഉണ്ട്, ആ പടത്തിൻ്റെ എല്ലാവരും ഉണ്ട് അവിടെ ഇരിക്കുന്നു, അവരത് ആസ്വദിക്കുന്ന പോലെ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് മൂവീസിൽ ആസ് എ സിംഗർ തന്നെ അരങ്ങേറിയിട്ടുണ്ട്. അതെ അതെ, നമ്മൾ ഈ ഗസൽ പല സ്ഥലത്തും ടച്ച് ചെയ്ത് പോയെങ്കിലും ഒന്നും പാടിയില്ല കുട്ടി. ആ जिंदगी में तो सभी प्यार किया करते हैं, जिंदगी में तो सभी प्यार किया करते हैं. ജീവിതത്തിൽ എല്ലാവരും പ്രേമിക്കും, എല്ലാവരും പ്രേമിക്കും. जिंदगी में तो सभी प्यार किया करते हैं, मैं तो मर कर भी मेरी जान तुझे चाहूँगा, ഞാൻ മരിച്ചിട്ടും നിന്നെ പ്രേമിക്കും. जिंदगी में तो सभी प्यार किया करते हैं. ഇതൊരു പ്രണയം ബേസ് ചെയ്തിട്ടുള്ളൊരു ഗസൽ എന്ന് പറയാൻ പറ്റില്ല, ആ ശൈലിയിലുള്ള മെഹദി ഹസൻ സാബ് ചെയ്ത ഒരു പാട്ട് തന്നെയാണ്. അതുപോലെ ഹമേ കോയ് ഗം നഹീ താ ഗമേ ആശിഖീ സെ പെഹ്ലേ. നമ്മൾ പ്രണയത്തിലായി, പക്ഷേ ഈ പ്രണയം കാരണം ഉണ്ടായ ആഘാതങ്ങൾ. ഹമേ കോയ് ഗം നഹീ താ ഗമേ ആശിഖീ സെ പെഹ്ലേ. പ്രണയത്തിനേക്കാൾ വലിയ വേദന എനിക്ക് വേറെ ഇല്ലായിരുന്നു. ना थी दुश्मनी किसी से, ना थी दुश्मनी किसी से, तेरी दोस्ती से पहले हमें कोई गम नहीं था, गम आशिकी से पहले. ഈ പ്രണയത്തിൽ നിന്നും കിട്ടിയ വേദന അതായിരുന്നു എൻ്റെ വേദന. അതിനു മുൻപ് എനിക്കൊരു വേദനയും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ശത്രുക്കളില്ലായിരുന്നു, ഇതിനു മുൻപ് എനിക്ക് ശത്രുക്കളില്ലായിരുന്നു. നാഥി ദുഷ്മനി കെസീസേ, ആരോടും എനിക്ക് ശത്രുതയില്ലായിരുന്നു. പക്ഷെ നിന്റെ സൗഹൃദത്തിന് ശേഷം കുത്ത് കുത്ത് കുത്ത്. അപ്പം അങ്ങനെ പല അതിൽ ബദ്നസീബി तेरा क्या कसूर इसमें, तेरा क्या कसूर इसमें. ഇത് എൻ്റെ ബദ്നസീബിയാണ്, ബാഡ് ലക്കാണ്.
ഇതിൽ നിന്നെ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഹേ യേ മേരെ ബദ്നസീബി तेरा क्या कसूर इसमें, तेरा क्या कसूर इसमें, तेरे गम ने मार डाला मुझे जिंदगी से पहले. ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിന്റെ വിരഹം, നിന്റെ ഈ വേദന എന്നെ കൊന്നു. അപ്പൊ ഇതില് പല കാര്യങ്ങളും എന്ന് വെച്ചാല് ഫിലോസഫിക്കലാണ് ശരിക്കും. ഒരു പ്രണയം, വിരഹത്തിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വർണ്ണിക്കുന്ന ഒരു സംഭവമാണ് ഗസല്. അത് എനിക്കത് ഇതിന്റെ വരികൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ അഹമ്മദ് ഫറാസ് അങ്ങനത്തെ റൈറ്റേഴ്സ്, പോയിറ്റ്സ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആണ് ഈ ഗസൽസ് ഒക്കെ കേൾക്കാൻ ശരിക്കും. അതുകൊണ്ടാണ് ഈ അർത്ഥം മനസ്സിലാകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഭംഗി കൂടും. പിന്നെ പാരാ പാരാ പാരയല്ല, പാരാ പാരാ ഹുവ പെരാനെ ജാ ഫിർ മുझे छोड़ गए चारा गरा പാരാ പാരാ. പാര പാര എന്ന് പറഞ്ഞാല് കഷ്ണം കഷ്ണമായി, പാരയല്ല, കഷ്ണം കഷ്ണമായി ഞാൻ ആ വിരഹത്തില്. കാരണം എന്നെ ചികിത്സിച്ച് ഭേദമാക്കേണ്ട എൻ്റെ ഡോക്ടർ എന്നെ വിട്ടുപോയി. അത് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രണയമാണ്. അതായത് ഞാൻ പ്രണയിക്കുന്ന വ്യക്തി പോയി, അങ്ങനെ ഞാൻ കഷ്ണം കഷ്ണമായി. പക്ഷെ ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെ ചാരാഗർ, എന്നെ ചികിത്സിക്കേണ്ട ആള്. അങ്ങനെ പല ഗസൽസിൽ പല പല സ്റ്റൈൽ ഓഫ് സിംഗിങ്, പല ടൈപ്പ് ഓഫ് ലിറിക്സ്, പിന്നെ കോമഡി ഉണ്ട്, അതുപോലെ പ്രണയം, വിരഹം, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ. പിന്നെ മദ്യപാനം, ഇങ്ങനെയൊക്കെ കുറേ റൂട്ടുകൾ പോകും. പക്ഷെ എനിക്കിഷ്ടമാണ് ഈ ഒരു ജോണർ ഓഫ് സിംഗിങ്. ഹിന്ദുസ്ഥാനി പഠിച്ചത് മസ്കറ്റിലാണ് തുടങ്ങുന്നത്. കുറച്ച് ലേറ്റായി പാട്ട് അത് ഹിന്ദുസ്ഥാനി പഠിച്ചു തുടങ്ങാൻ. 10th ഒക്കെ ആയപ്പോഴത്തേക്കാണ് അങ്ങനെ ഒരു ടീച്ചറെ കിട്ടിയത്. ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നുള്ള അപ്പോഴാണ് അറിയുന്നത്. പക്ഷെ അതുവരെ ഒന്നും അറിയില്ല. നമ്മൾ ഈ കർണാടക സംഗീതമാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ടീച്ചർ അവിടുത്തെ ഒരു ശ്യാമള വിനോദ് കുമാർ എന്ന് പറഞ്ഞ ടീച്ചറാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഉസ്താദ് ഖാലിദ് അൻവർ ജാൻ, അദ്ദേഹം മസ്കറ്റിലായിരുന്നു താമസം. അപ്പോൾ വളരെ ഇപ്പോൾ ഇല്ല, അദ്ദേഹം ഇല്ല, പ്രായയുടെ അപ്പൂപ്പൻ പോലെ 70 വയസ്സ്. അപ്പോൾ നടന്ന് വരും വീട്ടിൽ വന്ന്. അപ്പോൾ ഞാൻ ഈ ഉഴപ്പല്ലേ, എന്നെ 24 മണിക്കൂർ ഇരുന്ന് പ്രാക്ടീസൊക്കെയാണ് പാട്ട് ഡെയിലി. പിന്നെ അദ്ദേഹം കമ്പോസ് ചെയ്ത 2-3 ഗസൽസ് എന്നെ പഠിപ്പിച്ചു. അങ്ങനെയാണ്. അപ്പോഴും എനിക്ക് ഗസലിനോട് വലിയൊരു താല്പര്യമില്ല, കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെയാണ് കുറച്ചുകൂടി ഒന്ന് ബുദ്ധിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് വിശ്വസിച്ചപ്പോ ഒരു ബോധം വന്നപ്പോഴാണ് ഈ പഠനം തുടങ്ങിയത്. ഇങ്ങനെ ഒരു ശാഖയിലോട്ടുള്ള ഒരു ചായ്വ്. വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ പാടാറുണ്ടോ ഗസൽസ് ഒക്കെ? വെറുതെ ഇരിക്കുമ്പം പാടാറുണ്ട്. ഇപ്പം ചില ഠുംറീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം മഴ പെയ്യുന്ന സമയത്തൊക്കെ ചില രാഗങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്. അതിങ്ങനെ നമുക്കത് പാടുമ്പോഴത്തേക്ക് ആ മഴയോട് ചേർന്ന് നിൽക്കുന്ന മാതിരി ഒരു ഫീലിംഗ് വരും. ചിലപ്പോൾ മഴയത്ത് നിന്ന് പാടുന്ന ഫീലൊക്കെ വരും. അങ്ങനെ കുറേ രാഗങ്ങളുണ്ട്. ഇപ്പം ബരസന ലാഗി സവന ബുന്ദിയ രാജാ തോരെ ബിൻ ലാഗെ നാ മോരാ ജിയാ, ബരസന ലാഗി സവന ബുന്ദിയ രാജാ തോരെ ബിൻ ലാഗെ നാ മോരാ ജിയാ, बरसन लागे सावन बुंदिया राजा तोरे बिन लागे ना मोरा जिया, बरसन लागे सावन बुंदिया राजा तोरे बिन लागे ना मोरा जिया. ഇങ്ങനെയൊക്കെ ഹാർമോണിയം തബലയൊക്കെ വെച്ച് ഒരു രസം ഇങ്ങനെ പോകുന്നത്. ഈ ചെറുപ്പഴൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ കഴിയും. കർണാടിക് സംഗീതത്തിലെ പോലെ അല്ല, കുറച്ചുകൂടെ നമുക്ക് നമ്മുടേതായ സ്പേസ് ഉണ്ടാവും, അത്രയും സ്ട്രിക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിക്കും രണ്ടിലും ഉള്ളതാണോ? രണ്ടിലും ഉള്ളതാണ്. അത് കർണാടക സംഗീതം ഒരുപാട് അഭ്യസിച്ച് പാടുന്നവർക്ക് അറിയാം അതിന്റെ ഫ്രീഡം, അതിന്റെ സ്കോപ്പ്. നമുക്കിപ്പം ഹിന്ദുസ്ഥാനി പാടുന്ന ഒരു കുട്ടിക്ക് അറിയണമെന്നില്ല അതിലെങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാന്നുള്ളത്.
അപ്പോൾ അതേപോലെയാണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കേൾക്കുന്ന വ്യക്തിക്ക് തോന്നാം ഇതിനകത്ത് എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യും, എങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യാൻ പറ്റും. ഏത് ഒരു ചെറിയൊരു പോർഷനും നമുക്ക് അത് വലിച്ചു നീട്ടാം, രസകരമായ രീതിയിൽ വലിച്ചു നീട്ടാം. അതിനാണല്ലോ ഇംപ്രൂവൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാനിയിലായാലും ഹിന്ദുസ്ഥാനി, ഇപ്പോൾ ഞാൻ കർണാടക സംഗീതവും അതാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. പിന്നെ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കർണാടിക് മ്യൂസിക്കാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിനോടും ഒരു ഇഷ്ടമുണ്ട്. എൻ്റെ ഫേവററ്റ് ഇൻസ്ട്രുമെൻ്റ് മൃദംഗമാണ്. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്നുള്ള, പക്ഷെ മൃദംഗത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഇമോഷണലാവും. അത് റീസൺ എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു കൊട്ട് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ റിലേറ്റ് ആവുന്നതാ മൈൻഡ്. അതെന്താണെന്ന് അറിയില്ല. പിന്നെ എൻ്റെ ഏറ്റവും മനസ്സ് ഒരു ഇമോഷൻ ഉണ്ടാവുന്നത്, എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ഇമോഷൻ ഉണ്ടാവുന്നത് ദാസേട്ടൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ്. അതെനിക്ക് വല്ലാത്തൊരു ഇമോഷനാണ്. എനിക്ക് ഏത് കേൾക്കുന്നത് ഗുരുവാണ്. എനിക്ക് കരച്ചിൽ വരും. അപ്പം അദ്ദേഹത്തിൻ്റെ ആ വോയിസ് കേൾക്കുമ്പം ഒരുമാതിരി വിഷമവും സന്തോഷവും മിക്സ്ഡ് ഫീലിങ്സ് ആണ്. ചില പാട്ടുകളൊക്കെ മേലെ 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 മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. നമ്മളതിലിങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകും. നമുക്ക് അത്രയും ആ ശബ്ദം നമുക്ക് ചിലതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കാറിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്ത് പോവായിരുന്നു. മഴയൊക്കെ. ഇപ്പൊ ദാസങ്കളുടെ പാട്ട് FM ആരോ വീരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ ഇങ്ങനെ പോവും. അപ്പൊ ആരോ എന്ന് കേട്ടിട്ട് ഇങ്ങനെ കേട്ടു. ഞാൻ പെട്ടെന്ന് പ്രഭാണ്ടിയെ വിളിച്ചു. അങ്കിള് അമേരിക്കയിൽ ഇരിക്കല്ലേ. അപ്പൊ അവിടെ വിളിച്ചപ്പോ അങ്കിളാ ഫോൺ എടുത്ത്. ഹലോ ആരോ. ഞാനത് കേട്ട് ഞാൻ കുറച്ചു നേരം ഞാൻ മിണ്ടിയില്ല. ഞാൻ കരയുന്ന കേട്ടപ്പോ അങ്കിൾ പറഞ്ഞു എന്തിനാ കരയുന്നത്. ഞാൻ പറഞ്ഞു അങ്കിൾ എനിക്ക് വല്ലാണ്ട് ഇതാവുന്നു, എനിക്ക് ഈ പാട്ട് കേട്ടതേ ഉള്ളൂ. ഇപ്പൊ അതേ ആ ശബ്ദം അതുപോലെ ഇരിക്കുന്നു ഇപ്പോഴും. ദൈവമേ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് ആ സംസാരത്തിലും ആ സംഗീതം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് വല്ലാത്തൊരു വികാരമാണ്. അങ്ങനെ ഒരു ജന്മം ഇനി ഉണ്ടാവില്ല. അദ്ദേഹം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചത് തന്നെ ഏതോ ജന്മത്തിലെ പുണ്യം. ചില സമയം നമ്മൾ ചിലത് കേൾക്കുമ്പോ അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കും ഈ കാലത്ത് തന്നെ നമ്മൾ പാട്ടുകളാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട്. എന്ന് വെച്ചാല് പെട്ടെന്ന് ഓടി വരുന്ന കുറെ പാട്ടുകളാണ്. പനിനീരു പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ കോരിത്തരിക്കും എനിക്ക്. അതൊക്കെ ഓർക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ മരണത്തിലാകിലും മറുജന്മമാകിലും ദേവഗാനം പനിനീരു പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ. എത്ര നാള് നമ്മൾ എത്ര സമയം കേട്ടാലും തീരില്ല. ലൂപ്പടിച്ച് കേട്ടോണ്ടിരിക്കും. അയ്യോ അതുപോലെ ഒരു പാട്ടാണ് ഇന്നലെ എന്റെ നെഞ്ചിലെ. അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ചന്ദന പൊൻചിതയിൽ എന്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്ന അമ്പലപ്രാവുകളോ. ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ഞാനത് നമ്മുടെ MJ ജയചന്ദ്രൻ സാറിന്റെ പ്രോഗ്രാമിന് ദാസങ്കള് പാടുമ്പോ ഞാൻ പറഞ്ഞു എന്തൊരു പാട്ടാണ്. അതെന്ന് വെച്ചാല് വരികള്, സംഗീതം, പാട്ടുകാരൻ, അമ്പലപ്രാവുകള് മൊത്തം ആൾക്കാർ ഏറ്റെടുത്തൊരു പാട്ടാണ്. അതൊരു വല്ലാത്തൊരു ഫീലാണ് ആ പാട്ട്. വരികളും മ്യൂസിക്കും ആ വോയിസും ഭയങ്കര ഒരു സൂപ്പർ കോംബോ. എത്രയോ പാട്ടുകൾ. അതുപോലെ തന്നെ MG ശ്രീകുമാർ സാറിന്റെ പല പാട്ടുകളും. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് അവിടെ അദ്ദേഹം ഒരു പ്രോഗ്രാമിന് വന്നു മസ്കറ്റില്. അപ്പൊ അവിടെ ഒരു കൊച്ചുകുട്ടിക്ക് പാടാനുള്ള അവസരം കൊണ്ട് ഞാൻ അവിടെ പോയി പാടി. പിന്നെ നാട്ടില് വരുന്നുണ്ടോ കുട്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സർ ഞാനിങ്ങനെ ഇവിടെ ജോയിൻ ചെയ്യാണ് വിമൻസ് കോളേജിൽ നടന്നത്. അപ്പൊ എന്നെ വിളിക്കും.
ഞാനൊരു പ്രോഗ്രാമിന് പാടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. വെച്ചാൽ നാട്ടിൽ ആദ്യമായിട്ട് ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്ന പറഞ്ഞാൽ അത് പൂജപ്പുരയിൽ അവിടെ പ്രോഗ്രാം, ഓണാഘോഷം. അതിന് സാറാണ് എനിക്ക് ആദ്യമായിട്ടൊരു അങ്ങനെ ഒരു പാടാനൊരു വേദി തന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് സ്റ്റേജ് ഷോസ് MG ശ്രീകുമാർ സാറിൻ്റെ കൂടെ ചെയ്തു. അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു പുതിയതായിട്ട് വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അത് മാത്രമല്ല പാടാൻ വെച്ചാൽ ഭയങ്കര എൻകറേജിങ്. അദ്ദേഹം പാട്ട് പറഞ്ഞു തരുന്നതായാലും ഇത് പാടിക്കോ അത് പാടിക്കോ, അപ്പോൾ നമുക്ക് പാടാനൊരു ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ റെക്കോർഡിങ്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഫസ്റ്റ് സിനിമയിൽ പാടുന്നത് പിണക്കമാണോ ആ പാട്ടാണ്. അപ്പോൾ ആ സമയത്ത് രാധാകൃഷ്ണൻ സാറുണ്ട്, MG ശ്രീകുമാർ സാറുണ്ട്. അപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, എക്സ്പ്രഷൻസ് എങ്ങനെ ഇടണം, അതൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ കൂടുതൽ ഞാൻ ആ ഒരു എക്സ്പ്രഷൻസ് അറിഞ്ഞത് അലിഭായ് എന്ന് പറഞ്ഞ പടത്തിൽ പാടിയപ്പോഴാണ്. മക്കള നക്കല്ല വെക്കില്ല അങ്ങനെ ഒരു പാട്ട്, അലക്സ് പോൾ സാറിന്. അപ്പോൾ അതിൽ MG ശ്രീകുമാർ സാറ് കുറേ ഐഡിയാസ് പറയും, ഞാൻ ഇങ്ങനെ ചെയ്യാം മഞ്ജരി, അപ്പോൾ മഞ്ജരി എന്തെങ്കിലും പുതിയ കോൺട്രിബ്യൂഷൻസ് ഉണ്ടോ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ നമുക്കൊരു ഡിസ്കഷൻ ഫീൽ വരും. അങ്ങനെയാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ MG ശ്രീകുമാർ സാറിന് ഭയങ്കര ഒരു വൈബ്, അങ്ങനത്തെ ഒരു വൈബാണ്. അദ്ദേഹം ഇടുന്ന സംഗതികൾ പോലെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി തിങ്ക് ചെയ്യുന്നൊരു സാറാണ്. നമുക്ക് വേണ്ടിയിട്ടും പറഞ്ഞു തരും. അദ്ദേഹം ഒരു സൂപ്പർ മ്യൂസിഷ്യനാണ്. ഇപ്പോഴും വോയിസ് അല്ല, അദ്ദേഹത്തിന്റെ വോയിസ് വരുമ്പം തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയാ ആ പാട്ടിന്. ഒരു വെച്ചാല് ഒരു കുറേ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു MG ശ്രീകുമാർ സോങ് വരുമ്പോഴത്തേക്ക് ആ സാറിന്റെ ഭയങ്കര ഒരു വൈബാ, ഒരു ഡിഫറെന്റ് ഫീല് വരും നമുക്ക്. അതുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് എപ്പോഴും അങ്ങനത്തെ ഒരു ഡിഫറൻസ് വരുമ്പോഴാണല്ലോ എല്ലാവരും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ശിവചേട്ടൻ്റെ കുറേ പാട്ടുകൾ MG പാടിയിട്ടുണ്ടല്ലോ. അപ്പം ആ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എൻ്റെ കാലത്ത് നമ്മൾ ഇങ്ങനെ ഓമനിച്ച് കൊണ്ടുവരുന്ന പാട്ടുകളില്ലേ, അത് ഇപ്പോൾ പാടത്തിൻ്റെ കാര്യം കുറേ പാടം എഴുതിയിട്ടുണ്ട് ശിവചേട്ടൻ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ശിവസാറേനെ പറയും, ഞാൻ ഇന്നേ വരെ ഒരു പാടത്തോലും ഇറങ്ങിയിട്ടില്ല, ഞാനാണ് ഈ പാടങ്ങളെല്ലാം എഴുതി കൂട്ടിക്കണേന്ന് പറയും. അപ്പോൾ അങ്ങനെയും MGയുടെ പാട്ടുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മൾ വിട്ടുപോയ കുറെ പാട്ടുകളുണ്ട്. പൊന്നാവണിപ്പാടം അതാണോ? അത് മഞ്ജരി പാടിയല്ലേ? അതാക്കിയല്ലോ. പൊന്നാവണിപ്പാടം തേടി ഇല്ലാവയിൽ ചേക്കേറുന്നേ, നെല്ലോലമേലൂഞ്ഞാലാടാൻ കുഞ്ഞാറ്റകൾ പാഞ്ഞോടുന്നേ, കുറുങ്കുഴൽ മുഴങ്ങും മുഴക്കം കുറുമ്പുമായി ചിലമ്പിൻ കിലുക്കം, മനസ്സിലും മാനത്തും നാം 10 പറ മുത്തു വിതയ്ക്കും. പൊന്നാവണിപ്പാടം തേടി ഇല്ലാവയിൽ ചേക്കേറുന്നേ, നെല്ലോലമേലൂഞ്ഞാലാടാൻ കുഞ്ഞാറ്റകൾ പാഞ്ഞോടുന്നേ. ഈ മൊഴിമാറ്റത്തിൽ ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കീരവാണി സാറിന് വേണ്ടിയിട്ട്, ഇളയരാജ സാറിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ തമിഴ് തെലുങ്ക് പാട്ടുകളല്ലാതെ ഏതൊക്കെയായിരുന്നോ? എനിക്ക് ആ ഏരിയയിൽ ഒരു ധാരണയില്ല. തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദിയും പാടി. അപ്പം തമിഴ് രാജാ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അത് എനിക്കൊരു വലിയൊരു ക്രെഡിറ്റ് ഉള്ളൊരു സാധനമായിരുന്നു. എന്ന് വെച്ചാൽ രാജാ സാറ് ഇൻട്രൊഡ്യൂസിങ് മഞ്ജരി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തമിഴ് പടത്തിൽ ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഈ പുതിയ ഗായകരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വരില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു, ആദ്യം ഇതൊന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ അത് കരകാട്ടക്കാരൻ എന്ന് പറഞ്ഞ പഴയ പടത്തിൻ്റെ റീമേക്ക് അല്ല, സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ അതിൽ 2 തമിഴ് പാട്ട് ഞാൻ പാടി. അപ്പോൾ സാർ ഇങ്ങനെ അതെനിക്ക് കിട്ടിയൊരു ലോട്ടറി ആയിരുന്നു. ആ ഒരു ചിരി കണ്ടാൽ പാടാൻ പോയ സമയത്ത് കിട്ടിയൊരു ലോട്ടറിയാണ് ഈ 2 പാട്ട് തമിഴില്. അപ്പൊ അതും കൂടെ പാടി ഹാപ്പി ആയിട്ടാണ് 5 പാട്ട് പാടിയിട്ട് തിരിച്ചു വരുന്നത്, സന്തോഷമായിട്ട്. അതിനുശേഷം ഒരുപാട് തമിഴും കന്നഡയും തെലുഗും ഒക്കെ സാറിന് വേണ്ടി പാടി. അപ്പം പല പല ഭാഷകളാകുമ്പോഴത്തേക്ക് അത് പഠിക്കാൻ, തമിഴ് നമുക്കറിയാം, തെലുഗു അറിയില്ല, കന്നഡ അറിയില്ല. അപ്പം അത് എഴുതി പാടുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അർത്ഥം പാടുന്ന എന്താണെന്നുള്ളതിന് അർത്ഥം അവർ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരുപാട് ഡ്യൂവറ്റ്സ് ഞാൻ രാജാ സാറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അതെനിക്കൊരു ഭയങ്കര ഒരു ഭാഗ്യമുള്ളൊരു സംഭവം. രാജാ സാറിൻ്റെ കൂടെ കുറേ ഡ്യൂവറ്റ്സ് പാടാൻ പറ്റി. ഡി ഇമാൻ സാറിൻ്റെ കൂടെ പാടി. അത് തലൈനഗരം എന്ന് പറഞ്ഞൊരു പടമാണ്. അതിൽ സുന്ദർ സി, നമ്മുടെ ഖുഷ്ബു ആക്ട്രസ്, അവരുടെ ഹസ്ബൻഡും പിന്നെ ജ്യോതിർമയും അഭിനയിച്ചൊരു പടം. അപ്പം അതിൽ ഏതോ നിനയ്ക്കിരേൻ അത് ഏനോ മറയ്ക്കിരേൻ, ഏതോ നിനയ്ക്കിരേൻ അത് ഏനോ മറയ്ക്കിരേൻ, பேசிடத்தான் வந்தேன் மொழி வரவில்லை, நாணமா திரும்ப மனம் வரவில்லை,
அடடா அடடா காதல் அழகிய தொல்லை உன்கிட்ட ஒன்று சொல்லணும், உன்னோட ஒன்னா இருக்கணும், ஏதோ நினைக்கிறேன் அது ஏனோ മറയ്க்கிறேൻ, ഏതോ നിനയ്க்கிறேൻ അത് ഏനോ മറയ്க்கிறேൻ. ഇങ്ങനൊരു പാട്ട്. പിന്നെ ഞാൻ സദാ എന്ന് പറഞ്ഞ നമ്മുടെ സദാ ആക്ട്രസ്, അവർക്ക് വടിവേലു ആ കോമ്പിനേഷനിലൊരു പടം ഇറങ്ങി, എലി എന്ന് പറഞ്ഞിട്ട്. അത് വിദ്യാജിയുടെ മ്യൂസിക് ആയിരുന്നു. അതൊരു ക്യാബറേ സോങ്. അത് കൊള്ളയഴക് അട കൊട്ടിക്കിടക്ക് ഇതമെയ്യോട് മെയ്யாக நீ பார்க்கவா, தொட்டு தழுவி என்னை கட்டி அணைக்க என் கையோடு கை சேர நீ ஓடி வா, உலகின் இலக்கணம் நான் நான் நான், அழகின் இலக்கணம் நான் நான் நான், അതിരതിശയം ഞാൻ. ഇങ്ങനൊരു സാധനം. അതൊരു ടൈപ്പ്. പിന്നെ ശിവരാജ് കുമാർ സാറിൻ്റെ ഒരു പടം, സൂപ്പർ ഹിറ്റ് കന്നഡ പടമായിരുന്നു അത്. അതൊരു സന്തോഷം, അങ്ങനെ ഒരു പടത്തിൽ പാടാൻ പറ്റിയത്. അത് നവ്യ നായരുണ്ട് അതിൽ. അപ്പം അത് ഘല്ലു ഘല്ലനുതാ ഗജ്ജെ ഘല്ലു സാജനുതാ, ഗജ്ജെ ഘല്ലു സാജനുതാ, പല്ലി തരംഗൻ ചെല്ലിയ മ്യാലെ ചെല്ലി തരോ കുളിയോ, നം വല്ലി തരംഗൻ വല്ലിയ മ്യാലെ ചെല്ലി തരോ കുളിയോ. ഇങ്ങനൊരു പാട്ട് കന്നഡ. അത് രാജാ സാറാണ്. അങ്ങനെ കുറേ പാട്ടുകൾ പാടാനുള്ള. ഇപ്പോൾ തമിഴിൽ രാജാ സാറുടെ കൂടെ കുറേ നല്ല ഡ്യുവറ്റ്സ്. ഒന്ന് കേட்கவில்லையா நெஞ்சின் ஓசைகள் ஊமையானதே எந்தன் ஆசைகள், நரம்பை தீண்டும் நாதம் மேனியில், நரலல்லாரி தாராரா, சேர்ந்து பாடும் மௌன கீதம் அன்பே அன்பே, கண்ணிலே உன்னை நான் കാണலாம் എന്നിലേ. ഇങ്ങനെ. അത് പ്രിയാമണിയായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ പ്രോജക്ട്സ്, നല്ല നല്ല പാട്ടുകൾ പാടാൻ കിട്ടിയിട്ടുണ്ട്. റിയാലിറ്റി ഷോസിലിരുന്ന് ആസ്വദിക്കുന്ന ഒരു മഞ്ജരിയുണ്ട്. അത് കൂട്ടത്തിലുള്ളവരെയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും. ചില തമാശകൾക്ക് ചിലപ്പോൾ നമുക്ക് ചിരിക്കില്ല, ചില തമാശകൾ നമ്മൾ എന്റർടൈൻ ചെയ്യും, ചിലത് ചളിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളെ. പക്ഷെ ആ ഒരു ഓളം ഉണ്ടല്ലോ, ഒരു രസമാണ്. പുതിയ കാലഘട്ടത്തിന്റെ ഒരു പരിപാടിയും കൂടി, ഒരു ആസ്വാദന മാർഗ്ഗമാണ്. നിങ്ങളെ പോലുള്ള കുറെ ലെജൻസ് അവിടെ വന്നിരുന്നിട്ട് ആണ് പരിപാടി നടത്തുന്നത്. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. നിങ്ങളുടെ ഒരു കൂട്ടായ്മ, പലരെയും വിളിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ അതിനകത്തൊരു അംഗീകാരമാണ്. ജഡ്ജായിട്ട് വിളിച്ചിട്ട് അവിടെ ഇരുത്തുക എന്നൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ ഒരു സീനില്ലേ, അതൊരു പുതിയ സീനാണ്, അത്ര പുതിയതല്ല എങ്കിലും ഭയങ്കര രസമായിട്ട് ആസ്വദിച്ചു പോകുന്നതാണ്. അതിൽ പോയിരിക്കുമ്പോൾ നമുക്കൊരു അഭിമാനവും കൂടെ തോന്നില്ലേ? അല്ല, ഞാൻ ഈ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണല്ലോ. അപ്പൊ എനിക്ക് സംസാരിക്കുക എന്നുള്ള എനിക്കൊരു നിമിഷം ഉണ്ടായിരിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഞാനിരുന്ന് സംസാരിക്കുകയാണ്. ഇവരെ പാട്ട് കേൾക്കാം, ഉള്ളില് എനിക്കും പാടണം. നമുക്ക് ഈ ഒരാൾ പാടുമ്പം വെറുതെ ഇരുന്ന് കേൾക്കുക, മാർക്കിടുക എന്നുള്ള സംഭവമല്ല. എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പല പാട്ടുകളിലൂടെ സഞ്ചരിച്ച് പോകും. ഇതുപോലെ ഈ റൂട്ടിൽ പോകുന്ന വേറെ എന്തെങ്കിലും ഒരു പാട്ടുണ്ടോ എന്ന് ആലോചിച്ച് ഞാനിങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ തമാശകൾ വരും, അത് നോർമലി അങ്ങ് പറഞ്ഞു പോകും. ഇവരൊക്കെ ഇന്നത്തെ കുട്ടികൾ പാടുമ്പോൾ അതിൻ്റെ അകത്ത് അവരെടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ, അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന, നമുക്കൊന്നും അങ്ങനെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഒരു ഇതിനായിട്ട് ഗ്രൂമേഴ്സ് ഇരുത്തി ഒരു പാട്ട് കട്ട് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്ത് അവരെ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആണ് കുട്ടികൾ, അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ് അവർക്ക്. ഈ പണ്ട് ഒരുപാട് പേർക്ക് കിട്ടാത്ത അവസരങ്ങളാണ് ഈ ചാനൽസിലൂടെ കിട്ടുന്നത്. ഇന്ന് യൂട്യൂബ് ഉണ്ട്, എല്ലാത്തിലും എക്സ്പോഷർ കൂടിയല്ലോ. പക്ഷേ ഈ ചെറിയ പിള്ളേരൊക്കെ ഇത്രയും കാണാതെ പഠിച്ചു വന്ന പഴയ പാട്ടുകളൊക്കെ പാടുമ്പോൾ അത്ഭുതം തോന്നൂലേ? അതെ, പണ്ടടിച്ചു പോകും. അത് വീട്ടുകാരിങ്ങനെ ഓരോ റെയർ ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് ഇത് പഠിക്കുന്നത് അവർക്കും നല്ലതാണ്. പിന്നെ ഈ കേൾക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതൊക്കെ മറന്നിട്ടുണ്ടാവും ഈ പാട്ടുകളൊക്കെ. അപ്പോൾ ഇവർ വീണ്ടും കുട്ടികൾ ഇതെടുത്ത് പാടുമ്പോൾ ഇങ്ങനൊരു പാട്ട്. അങ്ങനെ കോമ്പറ്റീഷൻസിലൂടെ വന്നൊരു പാട്ടാണ് മുകിലിൻ മകളെ, മഴയിൽ രാത്രി മഴയിൽ. ഇതൊക്കെ കുറേ കോമ്പറ്റീഷൻസിൽ കുട്ടികൾ പാടി വന്ന പാട്ട്.
അങ്ങനെയും കയറി വരട്ടെ, നല്ല അങ്ങനെ കയറി പാട്ടുകൾ വന്നതാ. മരിക്കാതെ നിലനിൽക്കട്ടെ. അതെ. അതൊക്കെ നിലനിൽക്കും കേട്ടോ, കാരണം അതിന്റെ കോമ്പോസിഷൻസും അതിൽ ലെജൻസ് ഒക്കെ അല്ലേ വർക്ക് ചെയ്തേക്കണത്, അപ്പൊ പിന്നെ നിലനിൽക്കില്ലേ. അതെ, രമേശ് നാരായൺ സാറ്, മോഹൻ സിതാര സാറ്, മഞ്ജരി പാടിയിട്ടുണ്ട്. അതെ അതെ, സന്തോഷിച്ചു. എന്തെങ്കിലും വേണ്ടേ സന്തോഷിക്കാൻ നമുക്ക് ജീവിതത്തില്. ആൽബം സോങ്സിനെ കുറിച്ചുകൂടെ പറഞ്ഞ് നമുക്ക് ഇതല്ലാത്ത ഒരു ഏരിയ ആണ് ഈ ആൽബം സോങ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ആൽബവും കൂടെ ചേരുന്നതാണ് ഒരു പക്ഷേ. ഏതെങ്കിലും ഒരു ആൽബം സോങ് പാടി നമുക്ക് അവസാനിപ്പിച്ചാലോ? ഇപ്പൊ ഈ വീണ്ടും ഞാൻ പറയുന്ന പോലെ എനിക്കിങ്ങനെ ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്, ആൽബം, സോങ്, ഫിലിംസ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ അതിനെ കാണാറില്ല. കാരണം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതൊരു വല്ലാത്തൊരു എന്താ പറയുക, കാറ്റഗറൈസ് ചെയ്യല്ലേ നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ ഓരോന്നോരോന്ന്. അതിലെല്ലാം മ്യൂസിക് ആണല്ലോ. അപ്പം ഞാൻ അതിനൊരു കംപ്ലീറ്റ് ഒരു മ്യൂസിക്കായിട്ടേ കാണുന്നുള്ളൂ. ഞാൻ കമ്പോസ് ചെയ്തൊരു സംഭവം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഹിന്ദിയിൽ 2 പാട്ടുകൾ ചെയ്തു. ഒരു പാട്ട് ചെയ്ത് കൊറോണ സമയത്താണ് ഇതൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇഷ്ടംപോലെ സമയം കിട്ടി. ഒരു പാട്ട് ചെയ്തു, അത് പാടി റെക്കോർഡ് ചെയ്തപ്പോൾ സൂഫി സ്കോർ എന്ന് പറഞ്ഞ ഒരു ചാനൽ, അവർ ഈ പാട്ട് അവർ ഏറ്റെടുത്തു. അവരത് അവരുടെ ചാനൽ അവരുടെ സോങ് ആയിട്ട് റിലീസ് ചെയ്തു. പിന്നീട് അവർ അപ്രോച്ച് ചെയ്തു ഒരു സോങ് കൂടെ ചെയ്തു തരുമെന്ന് വെച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ വീണ്ടും അടുത്തൊരു സോങ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതുപോലെ മലയാളത്തിലും ഇങ്ങനെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നുകൊണ്ട് മലയാളത്തിലും 2-3 പാട്ടുകൾ നമ്മുടെ സ്വന്തം മ്യൂസിക്കിൽ അങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് ഒരു സിനിമയുടെ ആണ് എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട്, സിദ്ധാർത്ഥ് ശിവയുടെ പടത്തിന് അതിൽ ഞാൻ മ്യൂസിക്കും ചെയ്തു. ഒരു പാട്ടേ ഉള്ളൂ അതിൽ. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തു. അതെനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രസകരമായ സ്വന്തം പരിപാടി. പക്ഷെ അതിൽ കുറേ റിസർച്ച് ചെയ്ത് കുറേ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ഒരു മാസം, ഒരു പടം 1 മാസം ചെയ്തു. രസമായിരുന്നു. ഐ എൻജോയ്ഡ്. അടിപൊളി. അപ്പോൾ ഒരു സോങ് പാടി നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഈ അടുത്ത് കമ്പോസ് ചെയ്ത ഒരു പാട്ട് ഇറങ്ങി ഒരു ഗസലാണ്. ചലേ ആओ मुझे तुमसे मोहब्बत है, चले आओ मुझे तुमसे मोहब्बत है, चले आओ मेरे सीने की धड़कन में इजाज़त है, चले आओ मुझे तुमसे मोहब्बत है, चले आओ. എനിക്ക് നിന്നോട് പ്രണയമാണ്, ഓടി വരൂ. തീർച്ചയായിട്ടും. എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി, എൻ്റെ ഹൃദയത്തിലേക്ക് നിനക്ക് വരാൻ ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു. എല്ലാവരും ചെല്ലും. ആദ്യം ഞാൻ പോവാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഞങ്ങൾ അതൊക്കെ യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, ചിലരൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പോൾ നന്ദിയുണ്ട് അളിയ, സംസാരിക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you.